Hello, my dear students. Today's class deals with Charles Baudelaire, Beauty. Charles Baudelaire was a French poet, and he was noted for the themes of death, rebellion, sex in his works. In his book, The Flowers of Evil, published in 1857, the current poem Beauty is included in this book, that The Flowers of Evil. And here in this book, we can see these kind of themes are included. And there are many such references, and society was taken aback by the wordplay of Baudelaire. His important points like the albatross, beauty, a carrion, spleen, these works carry some horrendous yet inescapable lines that a reader can take to a new realm of darkness and enlightenment at the same time. That means ഇങ്ങനെയുള്ള ഈ വർക്കുകളിലൂടെ അദ്ദേഹം നമ്മളെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അത് എൻലൈറ്റ്മെന്റിന്റെ ലോകമുണ്ട്, അത് ഡാർക്ക്നെസ്സിന്റെ ലോകമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി വേഴ്സ് ആ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്യൂട്ടിയും ആ ട്രൂത്ത് ഓഫ് ബ്യൂട്ടി ആൻഡ് ലൈ ഇതിന്റെയൊക്കെ ഒരു ഡെപിക്ഷൻ അദ്ദേഹം നമുക്ക് സാധ്യമാക്കി തരുന്നുണ്ട്. നമ്മളുടെ പോയമാണ് ബ്യൂട്ടി. അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 1857 വർക്കായിട്ടുള്ള ഫ്ലവേഴ്സ് ഓഫ് എവിലാണ്. ഇതൊരു സോണറ്റ് പോയമാണ്. 14 ലൈൻ്റെ സ്റ്റാൻസയാണ് വരുന്നത്. 4-4-3-3 ഇങ്ങനെ ഒരു സ്റ്റാൻസ ലൈനിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഹിയർ ദിസ് പോയം presents a painful exploration to the soul of a woman who seeks the reality of beauty. ഈ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അതൊരു സ്ത്രീയുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ കൂടി അതിനെങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത്. സാധാരണ സ്ത്രീകൾ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാമാണ്, എല്ലാ കാലവും നിലനിൽക്കുന്നു. അത് അവരെ സംബന്ധിച്ച ഒരു ഫിസിക്കൽ ഫാക്ടർ മാത്രമല്ല, ഒരു ഇമോഷണൽ ഫാക്ടർ കൂടിയാണ്. സോ അങ്ങനെയുള്ള സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഒരു സ്ത്രീ അവരുടെ സോൾ ലൈഫിലൂടെ ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് നമുക്ക് അത് സ്റ്റാൻസ് നോക്കാം. I am as beautiful, O mortals, as a dream of stone, and my breast, on which each man is wound in turn, is made to inspire in a brighter love, as eternal and mute as matter. ഇവിടെ ഒരു സ്ത്രീ, ഇപ്പം ചാൾസ് ബോട്ട്ലെയർ അദ്ദേഹം പുരുഷനാണ്, പക്ഷെ ഒരു സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ആം ആസ് ബ്യൂട്ടിഫുൾ ഓ മോർട്ടൽസ്. ഓ മോർട്ടൽസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെയാണ്. എന്നിട്ട് പറയാണ്, ഈ പറയുന്ന ഹ്യൂമൻ ബീയിങ്സ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഐ ആം ആസ് ബ്യൂട്ടിഫുൾ, ഞാൻ ഒരു സുന്ദരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആസ് എ ഡ്രീം ഓഫ് സ്റ്റോൺ, ഒരു കല്ലിന്റെ സ്വപ്നം പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒന്നും പറ്റില്ല, ഞാൻ ഇന്നും ഇക്കാലവും ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് കല്ല് സ്വപ്നം കാണുന്ന പോലെ ഓരോ ആൾക്കാരും സ്വപ്നം കാണുന്നത് എന്താണ്? ഞാൻ എക്കാലവും സൗന്ദര്യവതിയുമായി ഇങ്ങനെ ഇരിക്കുമെന്ന്. ആൻഡ് മൈ ബ്രസ്റ്റ് ഓൺ ഈ വിഷ് ഈച്ച് മാൻ ഈസ് wound in turn. ഞാൻ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഓരോ ആ, ആൾക്കാരുടെ, ഓരോ പുരുഷന്മാരുടെയും ഹൃദയത്തിൽ ഒരു നോവ് പടർത്തിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോവുകയാണ്. ഈസ് മെയ്ഡ് ടു ഇൻസ്പയർ ഇൻ ക്വൈറ്റ് എ ലവ്. എൻ്റെ ഈ അതീവ സൗന്ദര്യം കൊണ്ട് ഞാൻ ഓരോ കവിയുടെയും ഉള്ളിൽ ഒരു കവിതയായി ഉണർത്തുന്നു, അവരുടെ ഉള്ളിൽ പ്രണയം ഉണർത്തുന്നു. as eternal and mute as matter. എന്നിട്ട് പറയാണ്, ഞാൻ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങളെല്ലാം വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ ഈ സൗന്ദര്യം കാലവും നിൽക്കുമെന്ന്. ഓ മോർട്ടൽസ്, മോർട്ടൽസ് എന്നാണ് പറയുന്നത്, മാൻ എന്നല്ല. ഓ മോർട്ടൽസ്, ഓ ഹ്യൂമൻ ബീങ്സ്, യു ആർ മോർട്ടൽസ്, നിങ്ങളെല്ലാം നശ്വരരാണ്. അന്നേരം ആ ഒരു മോർട്ടൽ എന്നുള്ള വേർഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടത് തന്നെ നമ്മളുടെ ആ ഒരു ഫീസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഒരു നശ്വരതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം നമ്മൾ ഒരിക്കലും ഇറ്റേണൽ അല്ല, നമ്മൾ ഒരിക്കലും ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു വരിയിൽ തന്നെ അദ്ദേഹം മോർട്ടൽ എന്നുള്ള വേർഡ് ഇങ്ങോട്ട് കൊണ്ടിട്ടത്. ദെൻ സെക്കൻഡ് സ്റ്റാൻസിൽ പറയാണ്, ഐ പ്രിസൈഡ് ഇൻ ദ ഹെവൻ ലൈക്ക് a misunderstood space. I unite a heart of snow with the whiteness of swans. I hate all movement which displaces lines, and I never weep, I never laugh.
നേരത്തേക്ക് അവര് പറയാണ് ഐ പ്രസീഡ് ഇൻ ഹെവൻ ലൈക്ക് എ മിസ്അണ്ടർസ്റ്റുഡ് സ്പിങ്സ്. സ്പിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? പിരമിഡിൽ വന്നിട്ടുള്ള ആ ഒരു ഏഹ്, ആ ഒരു ക്രീച്ചറിന്റെ ഭാഗം വരുന്ന ഒന്നാണ് സ്പിങ്സ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഒരു മിഥോളജിക്കൽ ആയിട്ടുള്ള ഒരു അലൂഷൻ അദ്ദേഹം ആഡ് ചെയ്തിരിക്കുകയാണ്, ബോട്ട്ലെയർ ആഡ് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഈ സ്പിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിഥോളജിക്കൽ അലൂഷൻ ആണ്, ഹെവനിൽ നിന്ന് വന്നിട്ടുള്ള ഒന്നാണെന്നൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഹെല്ലിൽ നിന്ന് വന്നിട്ടുള്ള ഒന്നാണെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്യൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി പറയാണ് ഐ പ്രിസീഡ് ഇൻ ഹെവൻസ് ലൈക്ക് എ മിസ്അണ്ടർസ്റ്റുഡ് സ്പിങ്സ്. നിങ്ങൾ വിചാരിക്കുന്ന സ്പിങ്സ് ഹെവനിൽ പോകും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും ഞാനും എവിടോട്ട് പോകില്ല, ഹെവനിലോട്ട് പോകില്ല. മേ ബി പോവുമായിരിക്കും, പക്ഷെ ഉറപ്പില്ല. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം ഹെവനിലേക്കാണെന്നുള്ള ധാരണ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. I unite a herd of snow with the whiteness of swans. എന്നിട്ട് പറയാം, ഞാൻ ഒരു സ്വാൻസിന്റെ വൈറ്റ്നെസ് പോലെ, അല്ലെങ്കിൽ സ്വാൻസിന്റെ പരിശുദ്ധമായ വെണ്മ നിറം എങ്ങനെയാണോ അതുപോലെ എന്റെ ഹൃദയവും ഒരു വെണ്മയിൽ ലയിച്ചു ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ഹേറ്റ് ഓൾ മൂവ്മെന്റ് വിച്ച് ഡിസ്പ്ലേസസ് ലൈൻസ്. എനിക്ക് വരികൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സിനെയും ഞാൻ വെറുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇല്ലാതാക്കുന്നു. ഐ നെവർ വീപ്പ്, ഐ നെവർ laugh. എന്നെ ഒന്നും തന്നെ എന്നെ ഈ ഭൂമി ലോകത്തുള്ള ഒന്നും തന്നെ എന്നെ കരയിപ്പിക്കുന്നതില്ല. ഈ ഭൂമി ലോകത്തുള്ള യാതൊന്നും തന്നെ എന്നെ ചിരിപ്പിക്കുന്നതില്ല. കാരണം ഞാൻ എന്താണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ ബ്യൂട്ടി എറ്റേണൽ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്യൂട്ടിയും കൊണ്ട്, എങ്കിൽ ഈ ബ്യൂട്ടി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ ഞാൻ ഹെവനിലേക്ക് പോകുമെന്നും, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുമെന്നും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള ഒന്നിനും എന്നെ കരയിപ്പിക്കാനോ എന്നെ ചിരിപ്പിക്കാനോ സാധിക്കുന്നില്ല എന്ന് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി പറയുകയാണ്. Next stanza. The poet before my great pauses, which I seem to borrow from the proudest monuments, will consume their days in austerity studies. അന്നേരം ഈ ലൈനിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുകയാണ്, ഈ ബ്യൂട്ടിയെ അദ്ദേഹം ഒരു സ്ത്രീയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറയാൻ പോയിറ്റ്സ് ബിഫോർ മൈ ഗ്രേറ്റ് പ്രോസസ്. പല ആൾക്കാരും ഒക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, അഫ്രൊഡൈറ്റിന്റെ സ്കൾപ്ചർ, അന്നേരം ഈ മോണോലിസയുടെ പെയിന്റിങ് ഒക്കെ, ഇങ്ങനെ പല ആൾക്കാരുടെ പെയിന്റിങ് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി എത്രയോ പോയിന്റ്സ് അവരുടെ പോയിന്റ്സ് എഴുതിയിരിക്കുന്നു. അതുപോലെ പറയാൻ ദ പോയിന്റ്സ് ബിഫോർ മൈ ഗ്രേറ്റ് പോസസ്, എന്റെ ഗ്രേറ്റ് പോസിൽ ഞാൻ ഇരിക്കുന്ന സ്കൾപ്ചറും പെയിന്റിങ്ങും ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് എത്രയോ പോയിന്റ്സ് ഇൻസ്പയർഡ് ആയിരിക്കുന്നു. വിച്ച് ഐ സീം ടു ബോറോ ഫ്രം ദ പ്രൗഡസ്റ്റ് മൊന്യൂമെന്റ്സ്. അന്നേരം നിങ്ങൾ ഈ എഴുതിയ വർക്കുകളെല്ലാം തന്നെ എൻ്റെ പ്രൗഡായിട്ടുള്ള എൻ്റെ മൊന്യൂമെന്റ്സുകളിൽ നിന്ന് നിങ്ങൾ ബോറോ ചെയ്തിട്ടുള്ളതാണ്. അന്നേരം ഞാൻ നിൽക്കുന്ന പല സ്ത്രീകളുടെയും പെയിന്റിങ്ങുകൾ, വർക്കുകൾ ഉണ്ടാകാം. ഇപ്പൊ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിൽ ഒരു തളികയുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, തളികയിൽ നിറയെ ഫ്രൂട്ട്സുമായി നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രമുണ്ട്. ഒരു കുട്ടി ആ കുട്ടിയും എടുത്തുകൊണ്ട് അമ്മ നിൽക്കുന്ന അച്ഛനെ കാത്തു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കവിതയായി വരികയും മറ്റു വർക്കുകളിലേക്ക് അത് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വുമൻ പറയുകയാണ്, ബ്യൂട്ടിഫുൾ വുമൻ പറയാണ്, എൻ്റെ വളരെ പ്രൗഡസ്റ്റ് മൊനുമെന്റ്സ് ഉള്ള പല പോസുകളിലുള്ള എൻ്റെ സ്കൾപ്ചറുകളും പെയിന്റിങ്ങുകളും കണ്ടിട്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടല്ലേ നിങ്ങൾ കവിതകൾ എഴുതിയത്. വിൽ കൺസ്യൂം ദർ ഡേയ്സ് ഇൻ ഓസ്ട്രി സ്റ്റഡീസ്. എൻ്റെ അത്തരം പോസുകൾ കണ്ടിട്ട്, എൻ്റെ അത്തരത്തിലുള്ള പെയിന്റിങ്സുകളും മൊനുമെന്റ്സുകളും കണ്ടിട്ട് ദിവസങ്ങളോളം ചിന്തിച്ചിരുന്ന് അവർ പഠനത്തിൽ ഏർപ്പെട്ട് അവർ കവിതകളും കഥകളും നിങ്ങൾ മെനഞ്ഞെടുത്തില്ലേ, അത് ഞാൻ കാരണമല്ലേ എന്ന് സുന്ദരിയായ സ്ത്രീ ചോദിക്കുകയാണ്. For I have to order to fascinate these ductile lovers, pure mirrors which make all things more beautiful, my eyes, my large eyes, with their eternal light. ഈ ഫോർത്ത് സ്റ്റാൻസിലേക്ക് വരുമ്പം അദ്ദേഹം വലിയൊരു റെവലേഷൻ തന്നെ നടത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു ട്രൂ സോഴ്സ് ഓഫ് ബ്യൂട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു ബ്യൂട്ടിയുടെ സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യന്റെ കണ്ണുകളാണെന്നാണ് പറയുന്നത്. ഫോർ ഐ ഹാവ് ഇൻ ഓർഡർ ടു ഫാസിനേറ്റ് ദീസ് ഡെഹൈൽ ലവേഴ്സ് പ്യുവർ മിറേഴ്സ് വിച്ച് വിൽ മേക്ക് ഓൾ തിങ്സ് മോർ ബ്യൂട്ടിഫുൾ.
മൈ ഐസ്, മൈ ലാർജ് ഐസ് വിത്ത് ദ എറ്റേണൽ ലൈറ്റ്. നമ്മളെല്ലാം ഈ ലോകത്തിലുള്ള സർവ്വ സൗന്ദര്യവും ആസ്വദിക്കാൻ നമുക്ക് ഇട നൽകുന്നത് നമ്മളുടെ സെൻസറി ഓർഗനായ ഐസാണ്. ഈ കണ്ണുകളിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സൗന്ദര്യവൽക്കരിക്കുന്നത്. പക്ഷേ ഈ കണ്ണുകൾ ഒരേ സമയം നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ടാണ് അത് സൗന്ദര്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി അവൻ സന്തോഷത്തിലിരിക്കുമ്പോൾ അവൻ കാണുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവനെ വളരെ വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നു. അതേസമയം അവൻ വിഷാദ മൂകനായി ഇരിക്കുന്ന സമയത്ത് അവൻക്ക് ഉള്ളിൽ അവൻക്ക് മുൻപ് എത്ര സൗന്ദര്യ വസ്തുക്കൾ കൊണ്ടുവച്ചാലും അവനെ അതൊന്നും തന്നെ പ്രീതിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് ഒരേപോലെ ആകണമെന്ന് ഇല്ല. അവന്റെ ഉള്ളിലെ ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, അത് ആസ്വദിക്കുന്ന ആളുടെ മാനസിക അവസ്ഥയാണ്. അതാണ് അയാളുടെ ട്രൂ ബ്യൂട്ടി എന്ന് അദ്ദേഹം പറയും. ഇതാണ് ഇതിന്റെ ഒരു റിലേഷൻ ആയിട്ട് വരുന്നത്. സോ ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ്. ഇതിന്റെ ഒരു സമ്മറിയും അതിന്റെ അനാലിസിസും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന്